അപ്പം നമ്മുടെ നൂഡിൽ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഡിന്നറിനൊക്കെ കഴിക്കാനായിട്ട് ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇതിൻ്റെ അകത്ത് ബോൺ ബ്രോത്ത് ഉണ്ട്, നൂഡിൽസ്, എഗ്ഗ്, വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ഡിന്നറാണിത്. ഞാൻ ഈ കുരുമുളക് പൊടിയും ഒക്കെ ഒന്ന് എടുത്തുകൊണ്ട് വയ്ക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ ഇതാണ് ഡിന്നർ കഴിക്കുന്നത്. ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നൂഡിൽ സൂപ്പാണ്. അപ്പം ഞാൻ അതിനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ അരിഞ്ഞെടുത്താൽ മതി. ഒരു ഉരുളക്കിഴങ്ങ്, പൊട്ടാറ്റോ, ക്യാരറ്റ്, 2 ഷാലറ്റ്സ്, ചെറിയ ഉള്ളി, 2 മുട്ട, ഒരു ഒണിയൻ, പിന്നെ ഞാൻ കുറച്ച് കൊറിയാൻഡർ ലീവ്സ്, മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ബോൺ ബ്രോത്താണ്, ചിക്കൻ ബ്രോത്താണിത്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ചിക്കൻ വാങ്ങിച്ചപ്പം അതിൻ്റെ കുറച്ച് ബോൺ എടുത്തിട്ട് കുക്കറിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് സ്റ്റീം ചെയ്ത് വിസിൽ കേൾപ്പിച്ച് അത് ആ ബോണിൻ്റെ ആ വാട്ടർ ഡ്രെയിൻ ചെയ്ത് എടുത്ത് വെച്ചെങ്ങനെയാണിത്. ഇതാണ് ഞാൻ ഹോം മെയ്ഡായിട്ട് ഇത് ഉണ്ടാക്കിയ ബോൺ ബ്രോത്താണിത്. അപ്പോൾ നമുക്കിത് ഇല്ലെങ്കിൽ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും ബോൺ ബ്രോത്ത്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഇതാണ് നൂഡിൽസ് ഒരു കുറച്ചിട്ടാൽ മതി. പിന്നെ അപ്പം ഞാൻ സാധനങ്ങളെല്ലാം അരിഞ്ഞു വന്നിട്ടുണ്ട്. ആദ്യമേ തന്നെ ബോൺ ബ്രോത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാൻ വെജിറ്റബിൾസ് ഇടുവാണേ. അപ്പം 1 കപ്പ് ബോൺ ബ്രോത്താണ് എടുത്തത്. അതേ കപ്പിന് തന്നെ 1 കപ്പോടെ വെള്ളം ഒഴിക്കുക. അപ്പോൾ നകക്ക വെള്ളമായി. ഇനി ഇത് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇത് കുക്ക് ചെയ്യാൻ വെക്കണം. ഗ്യാസ് ഓണാക്കി അത് തന്നെ കുറച്ച് ഉപ്പിട്ട് നോക്കുവാണ്. അത് പിന്നെ അത് നമുക്ക് കറക്റ്റ് ചെയ്യാം. ഓക്കെ, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഏകദേശം 1 ടീസ്പൂൺ അത് ഇടുവാണ്. ഇത് നന്നായിട്ടൊന്ന് കുക്കായി വരണം. നമ്മുടെ വെജിറ്റബിൾസ് ബോൺ ബ്രോത്തിൽ കുക്ക് ചെയ്യാൻ പോവാണ്. ഇത് അടച്ചു വെക്കുക ഞാൻ. ഇനി ഇത് കുറച്ച് നേരം കഴിഞ്ഞ് നന്നായിട്ട് കുക്കായി കഴിയുമ്പം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാം. ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുക. അപ്പോൾ 1 ഗ്ലാസ് ബോൺ ബ്രോത്ത് ആണെങ്കിൽ 2 ഗ്ലാസ് വെള്ളമാണ്. അന്നേരമാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളൂ. വാട്ടർ ഇത്രയും വെള്ളം വേണം. അത് ഞാനിത് അടച്ചു വെച്ചിട്ട് ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടി. ഞാനൊരു ചെറിയ സോസ് പാനിൽ 1/2 കപ്പ് വെള്ളം എടുത്ത് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചിട്ട് കുറച്ച് വിനീഗർ ഒഴിച്ച് തിളപ്പിച്ചെടുക്കുവാണ്. വിനീഗർ 1 ടേബിൾ സ്പൂൺ. ഏകദേശം ഒരു അളവൊക്കെ ആയി പറയുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 2 ഗ്രീൻ ചില്ലി, നമ്മുടെ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം അവസാനം ഈ സൂപ്പിൽ ആഡ് ചെയ്യാനുണ്ട്. ഞാൻ നൂഡിൽസിൻ്റെ ഇത്രയും ഭാഗം എടുക്കുന്നുള്ളൂ. അപ്പം ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഈ സൂപ്പ് തിളച്ച് കഴിയുമ്പം അതിലേക്കിട്ട് കുക്ക് ചെയ്യണം. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ വേണമല്ലോ. ഇതാണ് സോയാ സോസ്, വിനീഗറും പച്ചമുളകും കൂടെ ഇട്ട് തിളപ്പിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചത്, മുളകൊക്കെ വാടി. ഇനി ഇത് ഓഫ് ചെയ്ത് വെക്കാം. ഞാൻ ഈ നൂഡിൽസ് ഒന്ന് പൊടിച്ച് വെക്കട്ടെ. ഇതിപ്പോൾ ഞാൻ 2 മുട്ട പൊട്ടിച്ച് അത് ബീറ്റ് ചെയ്തെടുക്കാൻ പോവാം. ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ചെയ്യാം. അപ്പം ഇതിൻ്റെ ഇടയിൽ നമുക്ക് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ വേണമെങ്കിൽ കഴുകി വയ്ക്കാം. ഞാൻ അങ്ങനെയൊക്കെയാട്ടോ ചെയ്യണേ.
ഞാനിങ്ങനെ വെറുതെ നിൽക്കാൻ എനിക്കിഷ്ടമില്ല. അപ്പം ഞാൻ കുക്ക് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ബാക്കി കിടക്കുന്ന പാത്രങ്ങളും അങ്ങനെ എല്ലാം കഴുകി വെച്ച് ക്ലിയർ ചെയ്യും അപ്പം തന്നെ. ഇത് എഗ് ബീറ്റ് ചെയ്ത് അവിടെ വെച്ചു. ഇപ്പം ഇത് വെന്തോന്ന് നോക്കിയിട്ട് ഇതിലേക്ക് ഈ നൂഡിൽസ് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് അങ്ങ് കുക്കായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാൻ പോവാം. പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ഇടും. പിന്നെ ആ സൂപ്പിൻ്റെ നൂഡിൽസിൻ്റെ ആ പൗഡറില്ലേ അതും ഇടുന്നുണ്ട്. നൂഡിൽസ് ഇടുക കേട്ടോ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. ഇനി കുരുമുളക് പൊടി അത് അവരവരുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കണം. ഇനി ഈ നൂഡിൽസ് കുക്കായി കഴിയുമ്പോൾ നമുക്ക് മല്ലിയില ഇടാം. അവസാനമാണ് മുട്ട ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. നൂഡിൽസ് നന്നായിട്ട് വെന്തു. ഇനി ഞാൻ ടേസ്റ്റ് മേക്കറും മല്ലിയിലയും ഇടാൻ പോവാം. കിട്ടി. ഓക്കെ ചെയ്തു കേട്ടോ. ടേസ്റ്റ് മേക്കറായി. ഇനി മല്ലിയിലയാണ് ഇടുന്നത്. അതൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇടാൻ പോവാ. അപ്പൊ നമ്മുടെ സൂപ്പ് ഏകദേശം റെഡി ആയിട്ട് ഇനി എഗ്ഗും കൂടെ ചേർത്താൽ മതി. ഒന്ന് തിളക്കട്ടെ. അതുപോലെ സൂപ്പ് തിളച്ചു. ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് മുട്ട ഇടുന്നത്. അതെങ്ങനെ ഇടണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനൊരു അരിപ്പയിലേക്ക് കൂടെയാണ് മുട്ട ഇടുന്നത്. അപ്പോൾ ഈ അരിപ്പ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ മുട്ട ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൽ നൂല് പോലെ മുട്ട കിടക്കും. അപ്പം സൂപ്പ് നല്ല തിക്കായിട്ടിരിക്കും. അപ്പം നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് അങ്ങനെ ചെയ്യാമോളൂ. തിളച്ചുകൊണ്ടിരിക്കുന്ന സൂപ്പിലേക്കാണ് മുട്ട ഇടുന്നത്. സൂപ്പ് അങ്ങനെ റെഡിയായി. ഇനി ഇതിലേക്ക് കുറച്ച് സോയാ സോസ് വിനീഗറിൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ചില്ലിയൊക്കെ ഇട്ടിട്ട് ഗ്രീൻ ചില്ലി അതൊരു കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നു, ചെറിയൊരു എരിവിന് വേണ്ടി. ഇനി ഞാനിതിവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. അത് കഴിക്കാൻ നേരത്തെ ആവശ്യാനുസരണം നമുക്ക് ഓരോ സ്പൂൺ ഒഴിച്ചാൽ മതി, എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ. അപ്പം നമ്മുടെ സൂപ്പ് റെഡിയായി. പക്ഷെ ഇതിന് കുറച്ച് കോൺഫ്ലോർ കൂടെ കലക്കി ഒഴിച്ചാലാണ് ഇതിനൊരു കൊഴുപ്പ് കിട്ടുള്ളൂ. കണ്ട് ഇതിന് കൊഴുപ്പില്ല. അപ്പം ഞാനൊരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിൽ ഒഴിച്ചൊന്ന് തിളപ്പിച്ച് ഒരു കൊഴുപ്പിന് വേണ്ടി അങ്ങനെ ചേർക്കുക. ഇനി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം നല്ല കൊഴുപ്പായി. കഴിക്കുമ്പോഴേ വെറുതെ വെള്ളം പോലെ ഇരിക്കുന്ന സൂപ്പ് ഇഷ്ടമല്ല ഇവിടെ ആർക്കും. ഒന്ന് തിളച്ചാൽ മതി, ഇനി ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ നൂഡിൽസ് സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള സൂപ്പാട്ടോ. ഇത് കണ്ടോ? ഇതിനകത്ത് ബോൺ ബ്രോത്ത് ഉണ്ട്, നൂഡിൽസ്, എഗ്ഗ്, വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ. സൂപ്പറാട്ടോ. ആ ബോൺ ബ്രോത്തൊക്കെ ഇട്ടായിരുന്നാന്ന് തോന്നുന്നു. ബോൺ ബ്രോത്തിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നൂഡിൽസ് ഇട്ടിട്ടുണ്ടല്ലോ, പിന്നെ എഗ്ഗ് ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഫ്ലേവറും ഇതിൽ ഒന്നിച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഈ വിനീഗർ ഇത് ഒഴിച്ച് നോക്കാം. അതും കൂടെ ഇട്ട് കഴിയുമ്പം നല്ലൊരു കൂടുതലായിട്ടൊരു ടേസ്റ്റ് കിട്ടും. പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ ഇങ്ങനെ കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ.